friends, നമ്മളിന്ന് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ജെഇ മെയിൻ്റെ 24th ജനുവരിയിൽ നടന്ന എക്സാം, ഈവനിങ് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ പാർട്ടാണ്. നമുക്കന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഹെഷറിറ്റീസ്. The electric potential at the center of two concentric half ring of radius r1 and r2 having same linear charge density. രണ്ടിൻ്റെയും ചാർജ് ഡെൻസിറ്റി സെയിം ആണ്. ഇയാളെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. ഒരു കാര്യം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഫസ്റ്റ് റിങ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ കണ്ടെത്താം. ലീനിയർ ആണ്. ഞാനിവിടെ ചെറിയൊരു എലമെൻ്റൽ കൺസെപ്റ്റ് എടുത്തു. ചെറിയൊരു എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നു വിചാരിക്കുക. ഹിയർ ഇറ്റ് ഈസ്. അതെവിടെയാണെന്നില്ല, ഇവിടെ വേണമെങ്കിൽ എലമെൻ്റൽ ഏരിയ കൺസിഡർ ചെയ്തു. പിന്നെ അവിടെ ഹിയർ ഇറ്റ് ഈസ്. ഞാൻ ഇവിടെ ഒരു എലമെൻ്റൽ ഏരിയ അല്ലെങ്കിൽ ലെങ്ത്ത് കൺസിഡർ ചെയ്തു. ഇയാളുടെ ലെങ്ത്ത് ഞാൻ ഡി എൽ എന്ന് വിളിച്ചു. ഡി എൽ. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സെൻറ്റർ അവിടേക്കുള്ളത് അയാളുടെ റേഡിയസ് ആണ്. അത് R2 ആണ്. മനസ്സിലായല്ലോ, R2 ആണ്. ഈ ഡി എൽ ഇയാളുടെ സെൻറ്ററായിട്ട് മേക്ക് ചെയ്യുന്ന സ്മോൾ ആങ്കിൾ ഹിയർ ഇറ്റ് ഈസ്. ഇത് ഞാൻ ഡി തീറ്റ എന്ന് വിളിച്ചു. ഡി തീറ്റ. ഇയാളുടെ റേഡിയസ് R2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ എലമെൻറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഞാൻ ഡി ക്യു എന്ന് എടുത്താൽ ഡി ക്യു is equal to ലാംഡ ഡി എൽ അല്ലേ? കാരണം ലാംഡ is equal to ഡി ക്യു ബൈ ഡി എൽ ആണ്. അപ്പോൾ എലമെൻറ്റിലെ ചാർജ് എന്ന് പറയുന്നത് ഡി ക്യു ലാംഡ ഡി എൽ ആണ്. Therefore ലാംഡ ഇൻറ്റു ഡി എൽ. ഇപ്പോൾ ഡി എൽ ആരാ? ആങ്കിള് റേഡിയസ് ഡി എല്ലിന് R2 ഡി തീറ്റ എന്ന് എഴുതി കൂടെ. ഇപ്പോൾ ലാംഡ ഇൻറ്റു R2 ഡി തീറ്റ എന്ന് വരും. ഇതാണ് അവിടുത്തെ ചാർജ് ഡി ക്യു. ഇനി ആ എലമെൻറ്റ് സെൻട്രൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഡി വി, സ്മോൾ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു അവിടുത്തെ ചാർജ് ഡി ക്യു ഡിവൈഡഡ് ബൈ ദ ഡിസ്റ്റൻസ് R2 ആണ്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡി വി ഇസ് ഈക്വൽ ടു 1/4πε0 ഡി ക്യു ഇസ് ഈക്വൽ ടു ലാംഡ R2 ഡി തീറ്റ ഡിവൈഡഡ് ബൈ R2 വരും. ക്ലിയർ? ഇവിടെ ആര് വെട്ടിപ്പോയി? R2 വെട്ടിപ്പോയാൽ ഡി വി എന്ന് പറയുന്ന സ്മോൾ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ലാംഡ ഡി തീറ്റ എന്ന് വരും. ഇതാണ് ചെറിയ എലമെൻ്റ് ഉണ്ടാക്കുന്ന ആ സെൻറ്ററിലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. ശരിയല്ലേ? ഒരു കാര്യം മനസ്സിലായി. ഈ പറയുന്ന എലമെൻറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ കിട്ടിയാൽ അയാൾ റിങ് മൊത്തത്തിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/4πε0 ഇൻ്റഗ്രൽ ലാംഡ കൂടി കോൺസ്റ്റന്റ് പുറത്ത് വന്നു ഡി തീറ്റ വരും. 1 and 2 other and theta is varying from 0 to π വരും. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഡ്യൂ ടു വലിയ റിംഗ് ആണ് ഞാൻ ആദ്യം കണ്ടുപിടിച്ചത്. അത് 1/4πε0 ലാംഡ ഇൻറ്റു പൈ വരും. ഒരു പൈയും വെട്ടിപ്പോയാൽ ദാറ്റ് ഇസ് വി ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4ε0 ആണ്. ഇപ്പോൾ മുകളിലത്തെ റിംഗ് ഉണ്ടാക്കുന്ന സെൻറ്ററിലെ പൊട്ടൻഷ്യൽ ലാംഡ ബൈ 4ε0. മാത്രമല്ല ഇതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലായി. ഈ പറയുന്ന റിങ്ങിൻ്റെ റേഡിയസ് ഈക്വേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. R2 ഇൻഡിപെൻഡൻ്റാണ്. ലാംഡ മതി, ε0 മതി. അപ്പോൾ അടുത്ത റിങ് എടുത്താലും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ സെയിം ആയിരിക്കത്തില്ലേ? കാരണം റേഡിയസിന് ഡിപ്പെൻഡ് ചെയ്യില്ല, പക്ഷെ ലാംഡ സെയിമും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന നെറ്റ് പൊട്ടൻഷ്യൽ ഇട്ട് O എന്ന് പറയുന്നത് 2 ടൈംസ് ലാംഡ ബൈ 4ε0 എടുത്താൽ പോരെ. ആൻസർ ഈസ് ലാംഡ ബൈ 2ε0 ആയിരിക്കും. ഇതാണ് ആ രണ്ട് റിങ്ങുകൾ ചേർന്നിട്ട്, ഹാഫ് റിങ്ങുകൾ ചേർന്നിട്ട് സെൻട്രൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ നമുക്ക് ലാംഡ ഡിവൈഡഡ് ബൈ 2ε0 എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ 2. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ലെറ്റ് Γ1 ബി ദ റേഷ്യോ ഓഫ്, ശ്രദ്ധിച്ചോളണം, Γ1 ആരാന്ന് ശ്രദ്ധിച്ചോളണം. Γ1 ഈസ് ദ റേഷ്യോ ഓഫ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഓഫ് എ മോണാറ്റോമിക് ഗ്യാസ് ആണ്. ഇപ്പോൾ മോണോറ്റോമിക് ഗ്യാസിൻ്റെ CP/CV, മോണോറ്റോമിക് ഗ്യാസിൻ്റെ CP/CV ആണ്. മോണോറ്റോമിക് ഗ്യാസിൻ്റെ CP 5R/2 അല്ലേ, CV 3R/2 ആണ്. മോണോറ്റോമിക് ഗ്യാസിൻ്റെ Γ1 എന്ന് പറയുന്നത് 5/3 വരും. അവർ പറയുന്നത് Γ2 ഇസ് നത്തിങ് ബട്ട്, നോക്കിക്കോളണം, സിമിലർ റേഷ്യോ ഓഫ് ഡയാറ്റോമിക് ഗ്യാസ് ആണ്. ഇപ്പോൾ ഡയാറ്റോമിക് ഗ്യാസിൻ്റെ CP/CV എന്ന് പറയുന്നത് 7/5 വരും. നമുക്കറിയാവുന്ന കോൺസെപ്റ്റ് CP/CV ഓഫ് ഡയാറ്റോമിക് ഗ്യാസ്. കൺസിഡർ ദ ഡയാറ്റോമിക് മോളിക്യൂൾ ആസ് എ റിജിഡ് റൊട്ടേറ്റർ.
ഈ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൻ്റെ വാല്യൂ 5 ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ദ റേഷ്യോ ഓഫ് ഗാമ വൈ മോളിക്കുലർ വൈബ്രേഷൻ അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റേഷ്യോ ഓഫ് ഗാമ 1/γ2 ആണ് ക്വസ്റ്റ്യൻ. ഐ റിപ്പീറ്റ്, ഡയറ്റോമിക് ഗ്യാസ് മോളിക്കുലർ റിജിഡ് റൊട്ടേറ്റർ എന്ന് പറയുമ്പോൾ വൈബ്രേഷൻ മോഡ് കൺസിഡർ ചെയ്യേണ്ട, ഡിഗ്രി ഓഫ് ഫ്രീഡം 5 കിട്ടണം, അപ്പോഴുള്ള γ2ൻ്റെ വാല്യൂ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേക്കണേ. റേഷ്യോ ഓഫ് ഗാമ 1/γ2 ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ γ1 ഡിവൈഡഡ് ബൈ γ2 ചെയ്താൽ ദാറ്റ് ഈസ് 5/3 ഡിവൈഡഡ് ബൈ 7/5 വരും. ദാറ്റ്സ് ഈക്വൽ ടു 25 ഡിവൈഡഡ് ബൈ 21 എന്ന് വരും. ശരിയല്ലേ? ഇപ്പോൾ 25 ഡിവൈഡഡ് ബൈ 21 എന്നുള്ള തേർഡ് ഓപ്ഷൻ ആയിരിക്കും സെക്കൻഡ് വണ്ണിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഇറ്റ്സ് ക്ലിയർ? എൻ ആൽഫ പാർട്ടിക്കിൾ, എ പ്രോട്ടോൺ ആൻഡ് ഇലക്ട്രോൺ ഹാവ് the same kinetic energy. Which one of the following is correct in case of their de Broglie wavelength? De Broglie wavelength is equal to h by p. That's equal to h divided by root of 2mk. h divided by root of 2m into k. അപ്പോൾ lambda is proportional to 1/√m ആവും. ശരിയല്ലേ? k constant. ഒരേ കൈനറ്റിക് എനർജി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 2h കോൺസ്റ്റന്റ്. അപ്പോൾ ലാംഡ പ്രപ്പോർഷണൽ ടു 1/√m. ഈ 3 പാർട്ടിക്കിളിൻ്റെ കേസിൽ വി നോ ദാറ്റ് ദ മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ പ്രോട്ടോൺ, വിച്ച് മാസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇലക്ട്രോൺ. ഇതാണ് മാസിൻ്റെ ഓർഡർ വരിക. അപ്പോൾ മാസിന് ഇൻവേഴ്സിൽ പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ലാംഡയുടെ ഓർഡർ നേരെ തിരിയും. ലാംഡ ഓഫ് ആൽഫ ലെസ് ദാൻ ലാംഡ ഓഫ് പ്രോട്ടോൺ, വിച്ച് ഇസ് ലെസ് ദാൻ ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ഇലക്ട്രോൺ വരും. ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ആൽഫ, then proton, then ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ റേഞ്ച് വരും. ഇപ്പോൾ തേർഡ് വണ്ണിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത ഓപ്ഷൻ 2 ആയിരിക്കും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ദ ഡിസ്റ്റൻസ് ഓഫ് ദ എർത്ത് ഫ്രം ദ സൺ ഈസ് ഗിവൺ. ആദ്യത്തെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് കിലോമീറ്റർ. ദ ഡിസ്റ്റൻസ് ഓഫ് ഇമാജിനറി പ്ലാനറ്റ് ഫ്രം ദ സൺ ഇഫ് ഇസ് പീരിയഡ് ഓഫ് റെവല്യൂഷൻ. അപ്പോൾ ആദ്യത്തെ കേസിൽ എർത്തിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പം പീരിയഡ് ഓഫ് റെവല്യൂഷൻ നമുക്ക് 1 ആക്കി എടുക്കാം. 1 ഇയർ ആണ്. സെക്കൻഡ് വണ്ണിൽ പീരിയഡ് റെവല്യൂഷൻ T2 2.83 ഇയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയേഴ്സിലാണ് ഓർത്ത് വെച്ചേക്കണം. ആദ്യത്തെ ഡിസ്റ്റൻസിലുള്ള റേഡിയസ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് 1.5 × 10⁻⁶ എന്നും, ഇമാജിനറി പ്ലാനറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് R2 എന്ന് വിളിക്കാം. അപ്പോൾ R2 കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണേ. അപ്പോൾ പ്ലാനറ്ററി മോഷന്റെ കേസിൽ വി നോ ദാറ്റ് ദ T² ഈസ് പ്രപ്പോർഷണൽ ടു R³ അല്ലേ? T² ഈസ് പ്രപ്പോർഷണൽ ടു R³ വരും. അതായത് T1 അല്ലെങ്കിൽ T2² ബൈ T1² ഈസ് ഈക്വൽ ടു R2³ ഡിവൈഡഡ് ബൈ R1³ എന്നുള്ള കണ്ടീഷൻസിലേക്ക് വരും. ശരിയല്ലേ? ബാക്കി എല്ലാ വാല്യൂസും തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് R2³ ആണ് കണ്ടുപിടിക്കേണ്ടി വരിക. R2³ എന്ന് പറയുന്നത് T2 ഡിവൈഡഡ് ബൈ T1² ഇൻറ്റു R1³ വരും. നമുക്ക് തന്നിരിക്കുന്ന T1 T2 ആൻഡ് വാല്യൂസ് മുഴുവൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. T2/T1 2.83 ² ഇൻറ്റു R1³ എടുക്കുക. ദെൻ റേസ് ടു 1/3 കാരണം ഇത് R2³ ആണ്. അപ്പോൾ അതിൽ വാല്യൂസ് കൊടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആൻസർ കിട്ടും. ദറ്റ് ഇസ് ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 3 വരും. ദറ്റ് ഇസ് 3 × 10⁻⁶ കിലോമീറ്റർ. ദറ്റ് ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, മാച്ച് ദ കോളം ആണ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിൽ വരുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഓർഡർ മാത്രം അറിഞ്ഞാൽ മതി. AM ബ്രോഡ്കാസ്റ്റ് അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് ആണ് സെക്കൻഡ് കോൾ തന്നിരിക്കുന്നത്. അപ്പോൾ AM ബ്രോഡ്കാസ്റ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് ദറ്റ് ഈസ് ദിസ് വൺ അല്ലേ, 540 to 1600 kHz ആണ്. അപ്പോൾ ഇതാണ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരും. റെഡി അല്ലേ? ദെൻ FM ബ്രോഡ്കാസ്റ്റ് ആണ്. FM ബ്രോഡ്കാസ്റ്റിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് 88 to 108 MHz ആണ്. ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ്. ഇതാണ് FM ബ്രോഡ്കാസ്റ്റിൻ്റെ റേഞ്ച് ഫ്രീക്വൻസി. ടെലിവിഷൻ ആണ് നെക്സ്റ്റ് വൺ. ടെലിവിഷൻ്റെത് 54 MHz ടു ദിസ് വൺ ആണ് 590 MHz വരും. ദെൻ ഫൈനലി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ റേഞ്ച് 3.7 to 4.2 GHz ആണ്. ഇതാണ് ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. ശരിയല്ലേ? അപ്പോൾ ജസ്റ്റ് നമ്മൾ ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്ന തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് വൺ ആണ് നമുക്ക് ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുക. ഹിയർ ഇറ്റ് ഈസ്. ക്ലിയർ? നെക്സ്റ്റ് വൺ, യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 6. ദ ലോജിക് ഗേറ്റ് ഇക്വാലന്റ് ടു ദ ഗിവൺ സർക്യൂട്ട് ഡയഗ്രാം ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോണ്ട് ഇവിടെ ഒരു LED വെച്ചിട്ടുണ്ട്. ഗ്ലോ ചെയ്യും. 1ൽ ഗ്ലോ ചെയ്യും.
ഇവിടെ 5 വോൾട്ട് ഇത് എർത്ത് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇനീഷ്യലി ഇത് രണ്ടും ഓപ്പൺ ആണെങ്കിൽ, രണ്ടും ഓപ്പൺ ആണ്, A1ൻ്റെ വാല്യൂ, B1ൻ്റെ വാല്യൂ ആൻഡ് Y ദ ഔട്ട്പുട്ട് വാല്യൂ. ഇതാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഇത് രണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സ്വിച്ചും ഓപ്പൺ ആണെങ്കിൽ ഇത് 0 0 ആണ്. അപ്പോൾ ഇത് 0 0 കൊടുത്തു. അപ്പോൾ അത് 0 0 കൊടുക്കുമ്പോൾ ഈ 5 വോൾട്ടും എർത്ത് 0 വോൾട്ട് ആണ്. ഇത് നമ്മൾ കറണ്ട് ഇതിലൂടെയാണ് ഫ്ലോ ചെയ്യുക അല്ലേ. ഈ +5 ടു ഗ്രൗണ്ടിലേക്ക് ഇതുവഴി ബൾബ് വഴി ആര് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. ബൾബ് ഗ്ലോ ചെയ്യും. അത് ഗ്ലോ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 1 ആണ്. ഇനി A1 ഞാൻ ഓപ്പൺ ചെയ്തു, ഈ B1 ഞാൻ ക്ലോസ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു, ഇത് ഓപ്പൺ ചെയ്തു. അപ്പോൾ A 0 വരും, Bയുടെ വാല്യൂ 1 വരും. അപ്പോഴും ഇത് ഓപ്പൺ ആയതുകൊണ്ട് ഇതിലൂടെ കറണ്ട് ഇല്ല, കറണ്ട് മൊത്തം ഇതിലൂടെ തന്നെയാണ്. അപ്പോഴും ബൾബ് ഗ്ലോ ചെയ്യും, അപ്പോഴും ഔട്ട്പുട്ട് 1 ആണ്. ഇനി A ഫസ്റ്റ് സ്വിച്ച് ഞാൻ ക്ലോസ് ചെയ്തു, സെക്കൻഡ് വൺ B ഞാൻ ഓപ്പൺ ചെയ്തു, ഇപ്പോൾ B0 A1. അപ്പോഴും ഈ ബ്രാഞ്ച് ഓപ്പൺ ആണ്, അപ്പോൾ ഇതിലൂടെ തന്നെയാണ് കറണ്ട് പോവുക. അപ്പോൾ ഇതാരായി ഗ്ലോ ചെയ്യും, അപ്പോഴും ഔട്ട്പുട്ട് 1 ആണ്. ഇനി 1 1 ദാറ്റ് ഈസ് എയും ബിയും രണ്ട് സ്വിച്ചും ഞാൻ ക്ലോസ് ചെയ്തു, ഇതും ക്ലോസ് ചെയ്തു, ഇതും ക്ലോസ് ചെയ്തു. ഇത് ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ നോക്കിക്കൊള്ളണം, ഇവിടെ മുതൽ ഇവിടം വരെ ഈ ബ്രാഞ്ച് ഷോർട്ടഡ് ആവും. ഇത് രണ്ടും ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടം മുതൽ ഈ പാത്ത് ഇവിടം വരെ ഷോർട്ടഡ് ആവും. ഇത് ഷോർട്ടഡ് ആകുമ്പോൾ ഇതിലൂടെ കറണ്ട് പോലെ, കാരണം ബൾബിന് ചെറിയ റെസിസ്റ്റൻസ് കാണും. ഇത് ഷോർട്ടഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് 5 വരുമ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലും 5 വോൾട്ട് വരും. അപ്പോൾ ആ സമയത്ത് ബൾബ് കത്തുകയില്ലല്ലോ, അത് ഷോർട്ടഡ് ആയി. അപ്പോൾ ആ സമയത്ത് ഔട്ട്പുട്ട് 0 വരും. ഇതാണ് ട്രൂത്ത് ടേബിൾ വരിക. ട്രൂത്ത് ടേബിള് ഇത് വരും. ഇത് നമുക്കറിയാം 0 0 1 ആണ്, 1 0 1 ആണ്, ആൻഡ് 1 1 ആണെങ്കിൽ 0 ആണ്. ഇത് ആൻഡിന് ഓപ്പോസിറ്റ് അല്ലേ. ആൻഡിന്റെ കേസിൽ 0 0 0 0 1 0 1 0 0 ആൻഡ് 1 1 1 ആണ്. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് നോട്ട് ഗേറ്റ് ആണ്. അപ്പം നാൻഡ് വരും. അപ്പം നമുക്ക് 6th വണ്ണിന്റെ ആൻസർ ഓപ്ഷൻ 2, ദാറ്റ് ഈസ് നാൻഡ് ഗേറ്റ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ 6th വണ്ണിന്റെ ആൻസർ ഓപ്ഷൻ 2 ആണ്. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, എ ലോങ് സോളിനോയിഡ് ഇസ് ഫോംഡ് ബൈ വൈൻഡിങ് 70 ടേൺസ് per centimeter. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഇസ് ഈക്വൽ ടു 70 into 10 raised to -2 വരും. ടേൺസ് പെർ മീറ്റർ വരും, പെർ മീറ്റർ. മനസ്സിലായോ? ഇഫ് കറണ്ട് അപ്പോൾ I is given, I is equal to 2 ampere of current is flows. The magnetic field produced inside the solenoid ആണ് ക്വസ്റ്റ്യൻ. But directly equation magnetic field inside the solenoid is equal to mu0 n into I ആണ്. Number of winding n into I. That's equal to 4 pi into 10 raised to -7 into 70 into 10 raised to 2 into current 2 വരും. ശരിയല്ലേ? ക്ലിയർ? വാല്യൂസ് കൊടുത്ത് സോൾവ് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾമോസ്റ്റ് 140 70 140 into 4 pi into 10 raised to -5 വരും. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഇസ് ഓപ്ഷൻ 2, 176 into 10 raised to -4 ടെസ്ല എന്ന് വരും. അപ്പോൾ 7th വണ്ണിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 2 ഒബ്റ്റെയിൻ ചെയ്യാം. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, യെസ് 8th വൺ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, ഡ്യൂ ടു എർത്ത് ഗ്രാവിറ്റി ഡിക്രീസസ് ആസ് യു ഗോ അപ്പ് ആൻഡ് ഡൗൺ ഫ്രം എർത്ത് സർഫസ്. ഡയറക്റ്റ് ശരിയല്ലേ? നമ്മൾ ഡയറക്റ്റ്ലി പഠിക്കുന്ന കോൺസെപ്റ്റ് ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഏറ്റവും മാക്സിമം വാല്യൂ സർഫസ് ഓഫ് ദി എർത്തിലാണ്. സർഫസ് ഓഫ് ദി എർത്തിലാണ്. സർഫസ് ഓഫ് ദി എർത്ത് മുകളിലേക്ക് പോകുമ്പോഴും താഴേക്ക് വരുമ്പോഴും ജിയുടെ വാല്യൂ കുറയും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് സെയിം അറ്റ് ദ ഹൈറ്റ് h ആൻഡ് ഡെപ്ത് d ഫ്രം എർത്ത് സർഫസ് എന്നാണ്. നമുക്കറിയാം, നമ്മൾ ഗ്രാഫ് വരച്ചിട്ടുണ്ടോ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഫസ്റ്റ് ഡിസ്റ്റൻസ് ഗ്രാഫ്, ജിയുടെ വാല്യൂ നമുക്കറിയാം. അറ്റ് ദ സർഫേസ് ഓഫ് ദി എർത്ത് വരുമ്പോൾ ആ ഗ്രാഫിൽ ഹിയർ ഇറ്റ് ഈസ്, ഇവിടെയാണ് ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഹൈറ്റ് വളരെ മേ ബി ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് ദ എർത്തിന് സെയിം ആകുന്നതെങ്കിൽ ഇൻസൈഡ് ഇറ്റ് ഇസ് ലീനിയർ വേരിയേഷൻ ആണെന്നും ഔട്ട്സൈഡ് ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഇതാണ് ഗ്രാഫിക്കൽ കോൺസെപ്റ്റ്. അപ്പോൾ അവർ പറയുന്നത് എർത്ത് സർഫസിന് ഒരേ ഡിസ്റ്റൻസ് ഹൈറ്റിലും ഒരേ ഡിസ്റ്റൻസ് ഡെപ്തിലും ഒരേ വാല്യൂ ആയിരിക്കണം നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. ഡിസ്റ്റൻസ് വാല്യൂ മാറാം. ഡിപ്പെൻസ് അപ്പോൾ ദ കൺസെപ്റ്റ്. ഇവിടെ സ്ട്രെയിറ്റ് ലൈനും ഇവിടെ പ്രൊപ്പോർഷൻ ടു 1/r² കൺസെപ്റ്റുമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റായ കൺസെപ്റ്റും വരും. ശരിയല്ലേ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ശരിയും സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റും ആണ്. പെട്ടിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 3 വരും. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരും. ക്ലിയർ? നെക്സ്റ്റ് വൺ ഈസ് 9th വൺ. A metallic rod of length L is rotated with the angular speed of omega, normal to the uniform field E about an axis passing through one end of the rod as shown in the figure. The induced EMF will be. നമ്മൾ ഡയറക്ട്ലി
റോഡിൻ്റെ റൊട്ടേഷൻ മൂലം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിൻ്റെ കോൺസെപ്റ്റ് പഠിക്കുന്നതാണ്. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് BVL അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു V ഇൻറ്റു L when they are mutually perpendicular. വെലോസിറ്റിയും ലെങ്ത്തും ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പക്ഷെ ഇവിടെ റോഡാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ റോഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് റോഡ് റൊട്ടേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് എടുക്കുന്നു. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ്, അകത്തേക്കാണ്. ആംഗുലർ റൊട്ടേഷൻ അല്ലെങ്കിൽ ആക്സിസ് റൊട്ടേഷൻ എന്ന് പറയുന്നത് വൺ എൻഡ് ഓഫ് ദ റോഡാണ്. ഈ റോഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇയാളെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ മൂവ് ചെയ്യുമ്പോൾ ആക്ച്വലി ആര് വേരിയബിൾ ആണ്? ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് വേരിയബിൾ ആണ്. ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് വേരിയബിൾ അല്ല, ലെങ്ത് വേരിയബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു എലമെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു വിചാരിക്കുക. ചെറിയൊരു എലമെൻറ്റ് ഇവിടെ കൺസിഡർ ചെയ്തു. ചെറിയ എലമെൻറ്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ ആ എലമെൻറ്റിലേക്കുള്ള സെപ്പറേഷൻ ഫ്രം റൊട്ടേഷൻ ആക്സ് റൊട്ടേഷൻ എക്സ് എന്ന് വിളിച്ചു. അവിടുത്തെ തിക്നെസ്സിനെ DX എന്ന് വിളിച്ചു. അവിടുത്തെ ലീനിയർ വെലോസിറ്റി V എന്ന് വിളിച്ചാൽ അത് എക്സ് ഒമേഗയാണ്. എക്സ് ഒമേഗ വരും. ലീനിയർ വെലോസിറ്റി R ഒമേഗയാണ്, അത് എക്സ് ഒമേഗ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മോൾ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു B ഇൻറ്റു എക്സ് ഇൻറ്റു ഒമേഗ ഇൻറ്റു DX വരും. അയാളുടെ ലെങ്ത് DX ആണ്. അപ്പോൾ നെറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ B ഒമേഗ എക്സ് DX വരും. X is varying from 0 to L. അയാളുടെ ലെങ്ത് വരും. That's equal to B omega is a constant. ബാക്കി integral x dx x square by 2 from the limit 0 to L വരും. That's equal to half B omega L square എന്ന് വരും. That's it. half B omega L square എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. നെറ്റ് ഇൻഡ്യൂസ്ഡ് EMF ഓൺ ദ റോഡ് വരും. മനസ്സിലായോ? അപ്പോൾ 9th വൺ ആൻസർ ഓപ്ഷൻ 3 എന്നുള്ള കൺസെപ്റ്റിലേക്കും വരും. ക്ലിയർ? Here it is. Next one, 10th one. When a beam of white light is allowed to pass through a convex lens parallel to the principal axis. അപ്പോൾ ഒരു ലെൻസ് വൈറ്റ് ലൈറ്റ് ആണ് allowed to pass through a convex lens. അപ്പോൾ അയാളുടെ പ്രിൻസിപ്പൽ ആക്സിസ് ഒരു വൈറ്റ് ലൈറ്റ് പാരലായിട്ട് വന്നിട്ട് ഇവിടെ ഫസ്റ്റ് സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. വൈറ്റ് ലൈറ്റ് ഫൈൻ. The different colors of light converge at different points on the principal axis after refraction. അപ്പോൾ ആയിരിക്കും ഇവിടെ ഡിസ്പേഷൻ നടക്കുന്ന കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ വയലറ്റിനല്ലേ. അപ്പോൾ വയലറ്റ് ഇവിടുന്ന് മോർ ഡീവിയേറ്റ് ചെയ്യും. റെഡ് ലീസ്റ്റ് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ റെഡ് ഇവിടുന്ന് ലീസ്റ്റ് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ്സ് ആർ ഫോക്കസ്ഡ് അറ്റ് ദ ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. പല കളറുകളും പ്രിൻസിപ്പൽ ആക്സിലെ ഇതായിരിക്കും ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ഓഫ് വയലറ്റ്. ഇത് ഫോക്കസ് ഓഫ് റെഡ് ആണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് മാറി. ഇപ്പോൾ വൈറ്റ് ലൈറ്റ് ഈ പറയുന്ന ലെൻസിലൂടെ പാസ് ചെയ്യുമ്പോൾ ആ ലെൻസിൻ്റെ ഡിഫക്റ്റ് കാരണം അവിടെ പല ലൈറ്റുകളും പല പോയിന്റിലാണ് കോയിൻസൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ഡിഫക്റ്റ് ഓഫ് ദ ലെൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോമാറ്റിക് അബ്രേഷൻ. ശരിയല്ലേ? ക്രോമാറ്റിക് അബ്രേഷൻ എന്നാണ് വിളിക്കുക. ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ലൈറ്റ്സ് ആർ ഫോക്കസ്ഡ് ഓൺ ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ്. അതിന് ക്രോമാറ്റിക് അബ്രേഷൻ ഉള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. മനസ്സിലായോ? Next one, the frequency mu of an oscillating liquid drop may depends upon radius of the drop, density of the liquid and the surface tension of the liquid as the value of A, B, C are respectively കണ്ടുപിടിക്കണം. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിലെ ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ആണ് അല്ലേ, ഫ്രീക്വൻസി. അപ്പോൾ ഞാൻ F എന്ന് വിളിച്ചു ഫ്രീക്വൻസി. ഓഫ് an oscillating liquid depends upon proportional to radius raised to A എന്ന് വിളിച്ചു. radius raised to A and ഡെൻസിറ്റി റോ അല്ലേ, അപ്പോൾ റോ റേസ് ടു ബി എന്ന് വിളിച്ചു. ആൻഡ് സർഫസ് ടെൻഷൻ S റേസ് ടു സി എന്ന് ഞാൻ വിളിച്ചു. ശരിയല്ലേ? എങ്കിൽ ആ മൂന്നിൻ്റെയും വാല്യൂസ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം. ഇപ്പോൾ ഡയമെൻഷൻസ് എഴുതുമ്പോൾ ഫ്രീക്വൻസി ഡയമെൻഷൻ ഇസ് ഈക്വൽ ടു M0 L0 T-1 ആണ്. ഫ്രീക്വൻസി ഡയമെൻഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. ഡയറക്ട്ലി L മാത്രമേ ഉള്ളൂ. അപ്പോൾ L റേസ് ടു A വരും. ദെൻ ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ അത് L റേസ് ടു -3 റേസ് ടു ബി വരും. ആൻഡ് ദെൻ സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ ആരാ? ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. സർഫസ് ടെൻഷൻ ഫോഴ്സ് ബൈ ലെങ്ത് ആണ്. ഫോഴ്സ് ബൈ ലെങ്ത് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ആരാ? ML T-2 ബൈ L വരും. MT -2 ദ റേസ് ടു സി. ശരിയല്ലേ? സർഫസ് ടെൻഷൻ ഫോഴ്സ് ബൈ ലെങ്ത്, ഫോഴ്സ് ML T-2 ബൈ L വരെ L പോകും. ഇയാളെ സോൾവ് ചെയ്താൽ പവർ ഇക്വേറ്റ് ചെയ്ത് നോക്കാം.
അപ്പോൾ എമ്മിൻ്റെ പവർ 0 എന്ന് പറയുന്നത് ഇവിടെ എം ഇല്ല, ഇവിടെ ബി വരും പ്ലസ് സി വരും. ഇപ്പോൾ ബി പ്ലസ് സി ഈക്വൽ ടു 0. ഇപ്പോൾ ബി ഈക്വൽ ടു മൈനസ് സി ആണ്. ബി ഈക്വൽ ടു മൈനസ് സി വരും. എല്ലിൻ്റെ പവർ ഇക്വേറ്റ് ചെയ്താൽ 0 ഈക്വൽ ടു എ മൈനസ് 3b വരും. എ ഈക്വൽ മൈനസ് 3b വരും. അപ്പോൾ എയുടെ വാല്യൂ ഈക്വൽ ടു മൈനസ് 3b പ്ലസ് 3b ആണ്. 3b വരും. -1 ടിയുടെ പവർ ഇക്വേറ്റ് ചെയ്താൽ -1 ഈക്വൽ ടു മൈനസ് 2c ആണ്. -1 ഈക്വൽ ടു മൈനസ് 2c ആണ്. അപ്പോൾ സിയുടെ വാല്യൂ 1/2 വരും. സിയുടെ വാല്യൂ 1/2. സി 1/2 ആണെങ്കിൽ ബിയുടെ വാല്യൂ -1/2 ആണ്. -1/2 ആണ്. ഇനി ബിയുടെ വാല്യൂ -1/2 ആണെങ്കിൽ എയുടെ വാല്യൂ -3/2 ആണ്. -3/2 ആണ്. അപ്പോൾ എ -3/2, ബി -1/2 ആൻഡ് സിയുടെ വാല്യൂ 1/2. ഓപ്ഷൻ 1 വരും. ശരിയല്ലേ? അപ്പോൾ 11th ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 1 എന്ന് കിട്ടും. ദാറ്റ്സ് ആൻസർ. ക്ലിയർ? നെക്സ്റ്റ് വൺ. എ ബോഡി ഓഫ് മാസ് 200 കിലോഗ്രാം ഈസ് ടൈഡ് ടു എ സ്പ്രിംഗ്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ ഈസ് ഗിവൺ 12.5 × 10 ന്യൂട്ടൺ, 12.5 ന്യൂട്ടൺ പെർ മീറ്റർ. While the other end of the spring is fixed at O. ഒരു സ്പ്രിംഗ് ആണ്. സ്പ്രിങ്ങിൻ്റെ ഒരു എൻഡ് ഫിക്സ്ഡ് അറ്റ് O, സെൻറ്ററിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ബോഡി മൂവ്സ്. അപ്പോൾ മറ്റേ എൻഡിൽ ഒരു 200 ഗ്രാം ബോഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു 200 ഗ്രാം ബോഡി അറ്റാച്ച് ചെയ്യുന്ന എം. The body moves about O in a circular path of a smooth horizontal surface with a constant angular velocity. Smooth horizontal surface. ഇങ്ങനെയാണ്. ഈ ഒരു പാത്തിലൂടെ സർക്കുലർ മോഷനിൽ ആ സ്പ്രിങ്ങിനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സർഫസ് വിത്ത് ആംഗുലർ സ്പീഡ് ഒമേഗ കോൺസ്റ്റന്റ് ആയിട്ട് വന്നേക്കണേ. ഒമേഗ കോൺസ്റ്റന്റ്. ഒമേഗ ഇസ് ഈക്വൽ ടു 5 റേഡിയൻ പെർ സെക്കൻഡ്. കോൺസ്റ്റന്റ് ആണ്. യൂണിഫോം സർക്കുലർ മോഷൻ ആണ്. Then the ratio of the extension in the spring to its natural length is given by. ഇയാളുടെ നാച്ചുറൽ ലെങ്ത് ഞാൻ L എന്ന് വിളിച്ചു. ഇയാൾ എക്സ്റ്റെൻഡ് ചെയ്യും. ഇയാൾ സർക്കുലർ മോഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അയാൾ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഇയാൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഇയാളുടെ ലെങ്ത് എന്ന് പറയുന്നത് L+x ആണ്. ഇപ്പോൾ ഇയാളുടെ ലെങ്ത് L+x ആണ്. കാരണം ഇപ്പോൾ അയാൾ മൂവ് ചെയ്യുന്നത് L+x എന്നുള്ള ലെങ്ത് വെച്ചിട്ടാണ്. കാരണം സർക്കുലർ മോഷൻ നാച്ചുറൽ ലെങ്ത് റെസ്റ്റിലാകുമ്പോൾ അയാളുടെ ലെങ്ത് L ആണെങ്കിൽ അയാൾ സർക്കുലർ മോഷനിൽ ഹൊറിസോണ്ടൽ സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പ്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്ന ആൾ L+x ആയിട്ട് മാറും. ശരിയല്ലേ? L+x ആവും. അപ്പോൾ എക്സ് ഡിസ്റ്റൻസ് അയാൾ എക്സ്ട്രാ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെന്ന കൺസെപ്റ്റിലേക്ക് വരും. ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇയാൾ എക്സ് ഡിസ്റ്റൻസ് ആണ് എക്സ്ട്രാ സ്ട്രെച്ച് ചെയ്തത്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ സ്പ്രിംഗ് ഫോഴ്സ് പ്രൊവൈഡഡ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലേ? സ്പ്രിംഗ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആവും. സോ യൂണിഫോം സർക്കുലർ മോഷൻ ആണ്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ആവും. ക്ലിയർ? അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് പ്രൊവൈഡഡ് ദ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് kx ആണ്, എക്സ് ഡിസ്റ്റൻസ് ആണ് സ്ട്രെച്ച് ചെയ്തത്. ദെൻ സെൻട്രിപിറ്റൽ ഫോഴ്സ് mr⍵² ആണ്. അപ്പോൾ m ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L+x ആണ് ഇൻറ്റു ω² വരും. ശരിയല്ലേ? അപ്പോൾ kx ഇസ് ഈക്വൽ ടു ഹിയർ ഇറ്റ് ഇസ് ഇക്വേഷൻ m ഇൻറ്റു L+x ഇൻറ്റു ω² എന്ന് വരും. ക്ലിയർ? ഇത് നമ്മൾ അതിൽ വാല്യൂസ് കൊടുത്ത് സോൾവ് ചെയ്ത് നോക്കണം. അപ്പോൾ k എന്ന് പറയുന്നത് 12.5 ആണ്. ഇത് 12.5x is equal to mass. Mass is nothing but 200 gram ആണ്. അപ്പോൾ 200/1000 1/5 വരും കിലോഗ്രാം ഇൻറ്റു L+x ഇൻറ്റു ω² is 25 വരും. അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ദാറ്റ്സ് ഈക്വൽ ടു 12.5x is equal to 5 times L+x വരും. നമുക്ക് വേണ്ടത് റേഷ്യോ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ratio of the extension in the spring to the natural length, that is x/L. നമുക്ക് x/L ന്റെ റേഷ്യോ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് L+x ഡിവൈഡഡ് ബൈ എക്സിനെ 12.5 ഡിവൈഡഡ് ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു 25/10 എന്ന് വിളിക്കാം. 25/10. Therefore ഇയാൾ എനിക്ക് L/x + 1 is equal to 25/10. That is L/x is equal to 25/10 minus 1 വരും. That's equal to 15 divided by 10 വരും. അപ്പോൾ x/L is equal to 10/15. അപ്പോൾ 2/3 വരും അല്ലേ? 2/3. തേർഡ് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ വരിക 2/3. 2:3 വരും. അപ്പോൾ അതിന് ആൻസർ നമുക്ക് 2:3 എന്നുള്ള ഓപ്ഷൻസിലേക്ക് ദാറ്റ് ഇസ് ഓപ്ഷൻ 3 വരും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. യെസ്, 13th. A cell of EMF 90 volt is connected across series combination of 2 resistors each of 100 ohm. രണ്ട് റെസിസ്റ്റേഴ്സ്. ഇപ്പം പറയുന്ന പോലെ തന്നെ ഡയഗ്രം വരച്ചു. രണ്ട് റെസിസ്റ്റേഴ്സ് ആണ്.
100 ohm റെസിസ്റ്റൻസ് ആണ്. ഇയാൾ 100 ohm, ഇയാൾ 100 ohm ആണ്. ഇത് വോൾട്ട് മീറ്റർ. അപ്പം ഇത് കണക്റ്റഡ് അക്രോസ് എ 90 വോൾട്ട് സെല്ലാണ്. അപ്പം ഞാനിവിടെ 90 വോൾട്ട് ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്, ലൈക്ക് ദാറ്റ്. ഇതാണ് അവർ പറയുന്ന ക്വസ്റ്റ്യൻ സർക്യൂട്ട്. എ വോൾട്ട്മീറ്റർ റെസിസ്റ്റൻസ് 400 ohm ഈസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ആണ്. അപ്പോൾ ഏതെങ്കിലും റെസിസ്റ്റൻസിന്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് അക്രോസ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം. അപ്പം ഞാൻ ഫസ്റ്റ് വണ്ണിൽ കണക്ട് ചെയ്തു. ഇയാളുടെ റെസിസ്റ്റൻസ് 400 ohm ആണെങ്കിൽ ദ റീഡിംഗ് ഓഫ് ദ വോൾട്ട് മീറ്റർ ആണ് ക്വസ്റ്റ്യൻ. ഇയാളുടെ റെസിസ്റ്റൻസ് 400 ആണെങ്കിൽ ഇയാളുടെ റീഡിംഗ് ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്യൂട്ടിൽ VAB. ഇതാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ഡ്രോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ അതിന് അക്രോസ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുന്നു. ആ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 400 ohm ആണ് എങ്കിൽ അതിൻ്റെ ഡ്രോപ്പ് റീഡിംഗ് ചോദിച്ചാൽ എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിച്ച് നമുക്ക് ആൻസർ കിട്ടും. അതിന് ചെയ്യേണ്ട കാര്യം ഇവിടെ പറയുന്ന ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് എക്കും ബിക്കും അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 ഉം 100 ആണ്. അപ്പോൾ R1 R2 by R1 plus R2 ചെയ്യാം അല്ലേ. അപ്പോൾ 400 into 100 ഡിവൈഡഡ് ബൈ 500 വരും. R1 R2 by R1 plus R2 പാരലൽ കോമ്പിനേഷൻ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 80 ohm. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് 80 ohm വരും. അപ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VAB അതാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നത്. ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇപ്പോൾ 80 അല്ലേ. അപ്പോൾ 80 ഇൻറ്റു അവിടുത്തെ റെസിസ്റ്റൻസ് ഇൻറ്റു ടോട്ടൽ ഡ്രോപ്പ് 90 ആണ്. 90 ഡിവൈഡഡ് ബൈ 180 വരും. ദാറ്റ്സ് ഇറ്റ്. ശ്രദ്ധിച്ചോളണം, ഇവിടുത്തെ ഡ്രോപ്പ് കാണാൻ ഇവിടുത്തെ റെസിസ്റ്റൻസ് 80 ഇൻറ്റു ബ്രാഞ്ചിൻ്റെ ടോട്ടൽ ഡ്രോപ്പ് 90 ആണ്. അപ്പോൾ 90 ഇൻറ്റു 80 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 80 പ്ലസ് 100 വരും. അപ്പോൾ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ ഈസ് നത്തിങ് ബട്ട് 80/2 വരും. ദാറ്റ്സ് ഈക്വൽ ടു 40 വോൾട്ട് വരും. ശരിയല്ലേ. പേക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 40 വോൾട്ട് ആണ്. അപ്പോൾ 13th വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 1 വരും. ദാറ്റ് ഈസ് 40 വോൾട്ട്. മനസ്സിലായോ? അപ്പോൾ 13th വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ 1 ആണ്. ദാറ്റ് ഈസ് 40 വോൾട്ട്. ക്ലിയർ? 14th one. The electric field and magnetic field components of an electromagnetic wave going through vacuum is described by Ex ന്റെ വാല്യൂ E0 sin k z minus omega t. By magnetic field is equal to B0 sin k z minus omega t along x axis and along y axis mutually perpendicular ആണെന്ന് ഇവിടെ നിന്ന് മനസ്സിലായിട്ടുണ്ട്. Then the current relation between E0 and B0 is given by relation between E0 and B0 നമുക്കറിയാം. E0 divided by B0 is equal to C. That's mu lambda ആണ് അല്ലേ. mu lambda. C is equal to mu lambda. നമുക്കറിയാം കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2π/λ ആണ്. ശരിയല്ലേ. ആൻഡ് ഒമേഗ എന്ന് പറയുന്നത് 2πμ ആണ്. 2πμ ഇത് നമുക്ക് അറിയാവുന്ന റിലേഷനാണ്. ഇവിടെ നിന്ന് എനിക്ക് ലാംഡ അല്ലെങ്കിൽ മ്യൂയുടെ വാല്യൂ എന്ന് പറയുന്നത് ω/2πയും ആൻഡ് ലാംഡയുടെ വാല്യൂ ദിസ് ഈക്വൽ ടു 2π/k ആണ്. ഈ രണ്ട് റിലേഷൻസ് കിട്ടും. അത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ E0 divided by B0 should be equal to C. That's equal to എനിക്ക് mu is nothing but ω/2π into ലാംഡ ആണ്. ലാംഡ 2π/k. 2π പോയി കഴിഞ്ഞാൽ ഈക്വൾ ω/k എന്ന് വരും. ശരിയല്ലേ. ω/k. റിലേഷൻ പ്രകാരം E0 into k എന്ന് പറയുന്നത് ω into B0 എന്ന് വരത്തില്ലേ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഇത്രേ ഉള്ളൂ. EM waves എന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 14th വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ഓപ്ഷൻ 1 ആയിരിക്കും. ദാറ്റ് ഈസ് k E0 is equal to ω/B0 എന്ന് വരും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ 15th one. The velocity time graph of a body moving in a straight line shown in figure. Ratio of the displacement to the distance covered traveled by the body in time 0 to 10 second. ഇവിടം വരെയാണ്. നമുക്കറിയാം VT വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഏരിയ ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് ആദ്യം ഓർത്ത് വെച്ചേക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് വിച്ച് ഗിവ്സ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് കോൺസെപ്റ്റ്. പക്ഷേ ഞാൻ ഓരോ പർട്ടിക്കുലർ ഏരിയയും ക്രോസ് സെക്ഷനും കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഏരിയ ഞാൻ A1 എന്ന് വിളിച്ചു. A1 ആ A1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × 8 16 ആണ്. 16 ശരിയല്ലേ. താഴത്തെ ഏരിയ ഞാൻ A2 എന്ന് വിളിച്ചാൽ ആ ഏരിയ ഇസ് ഈക്വൽ ടു
2 into 4 that is 8 ആണ്. ശരിയല്ലേ? ഇത് 2 into 8 16, ഇത് 2 into 4 8 വരും. ഇതിൻ്റെ ഏരിയ ഞാൻ A3 എന്ന് വിളിച്ചത് ദാറ്റ്സ് ഈക്വൽ ടു ഐ തിങ്ക് ഇറ്റ്സ് പാസിംഗ് ത്രൂ 4. ഓക്കെ 4 into 4 16 വരും. ആൻഡ് ഫൈനലി therefore ഇതിൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു 2 into 4 8 വരും. Therefore total displacement, total distance ratio displacement ആണ്. ഇപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് is equal to 16 plus 16 minus 8 ആണ്. കാരണം ഡിസ്പ്ലേസ്മെന്റ് കാണുമ്പോൾ ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തില്ലേ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കുറയും. ഇപ്പോൾ ഗ്രാഫിൻ്റെ ടൈം ആക്സിൻ്റെ താഴെയുള്ള ആളെ നെഗറ്റീവ് ചെയ്യണം. ഇപ്പോൾ 16 plus 16 minus 8 is nothing but 16 വരും. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ വെറുതെ എല്ലാം കൂടി ആഡ് ചെയ്യണം. എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 16 plus 16 plus 8 plus 8 വരും. ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ്. ദാറ്റ്സ് ഈക്വൽ ടു 48 വരും. അപ്പോൾ റേഷ്യോ ചോദിക്കുമ്പോൾ 16 ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് റേഷ്യോ ആണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് റേഷ്യോ എന്ന് പറയുന്നത് 16/48 ആണ്. ദാറ്റ് ഇസ് 1/3 അല്ലേ, 1/3 വരും. ഇപ്പോൾ ഫോർത്ത് ഓപ്ഷൻ ആണ് ആൻസർ വരിക. ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡിസ്റ്റൻസ് റേഷ്യോ 1:3 വരും. ദാറ്റ് ഇസ് 15th വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 4 ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ വീണ്ടും ഒരു സ്റ്റേറ്റ്മെന്റ് അസേർഷൻ റീസൺ ആണ്. എ സ്റ്റീൽ ഈസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ബ്രിഡ്ജസ്. സ്റ്റീൽ ഈസ് യൂസ്ഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ആൻഡ് ബ്രിഡ്ജസ്. ശരിയല്ലേ? സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. കാരണം സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക് ആൻഡ് ഇസ് ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് ഹൈ. സ്റ്റീൽ മോർ ഇലാസ്റ്റിക് ആൻഡ് ഇലാസ്റ്റിക് ലിമിറ്റ് വെരി ഹൈ. ശരിയാണ്, സ്റ്റീൽ ഭയങ്കര ഇലാസ്റ്റിക് ആണ്, ഇലാസ്റ്റിക് ലിമിറ്റ് വളരെ ഹൈ ആണ്, ഭയങ്കരമായിട്ട് നല്ല ഉറപ്പ് കിട്ടും എന്നല്ല എൻ്റെ കൺസെപ്റ്റ്. ഇലാസ്റ്റിസിറ്റി കൂടുതലാണ്. അപ്പോൾ രണ്ടും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ കൂടിയാണ്. അപ്പം ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നമുക്ക് ഓപ്ഷൻ 3 ആൻസർ ആയിട്ട് വരും. മനസ്സിലായോ? നെക്സ്റ്റ് 17th assertion. A pendulum clock when taken into Mount Everest become fast. നമുക്കറിയാം ടൈം പീരിയഡിൻ്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 2π√L/g ആണ്. L/g ഇവിടുന്ന് മനസ്സിലാകും ടൈം പീരിയഡ് ഈസ് പ്രപ്പോർഷണൽ ടു √1/√g. ഇതാണ് കോൺസെപ്റ്റ്. ഇതാണ് ടൈം പീരിയഡ് വിത്ത് ജിയുടെ വേരിയേഷൻ്റെ കോൺസെപ്റ്റ്. ഈ പെൻഡുലം ക്ലോക്ക് വെൻ ടേക്കൺ ടു ദ മൗണ്ട് എവറസ്റ്റ് ബിക്കം ഫാസ്റ്റ്. മൗണ്ട് എവറസ്റ്റിലേക്ക് പോകുമ്പോൾ പുതിയ ടൈം പീരിയഡ് ഈസ് പ്രപ്പോർഷണൽ ടു 1/√g' വരും അല്ലേ. മൗണ്ട് എവറസ്റ്റിലെ g' ഇസ് ലെസ് ദാൻ ജി അല്ലേ. ജി കുറയും, ഹൈറ്റിൽ ജി കുറയും. ഇപ്പോൾ g' ലെസ് ദാൻ ജി ആണ്. ഇപ്പോൾ ടൈം പീരിയഡ് T' ഗ്രേറ്റർ ദാൻ ടി വരും. ടൈം പീരിയഡ് കൂടും, ടൈം പീരിയഡ് T' ഗ്രേറ്റർ ദാൻ ടി വരും. ടൈം പീരിയഡ് കൂടുന്നു എന്ന് പറയുന്നത് ടൈം പീരിയഡ് കൂടുന്നു ക്ലോക്ക് സ്ലോ ആവും. ടൈം പീരിയഡ് കൂടുന്നു ക്ലോക്ക് സ്ലോ. അവിടെ പറയുന്നത് ഫാസ്റ്റ് ആകുന്നതാണ്, തെറ്റാണ്. ക്ലോക്ക് സ്ലോ ആവും. ടൈം പീരിയഡ് കൂടും, ക്ലോക്ക് സ്ലോ ആവും. സാധാരണ ഒരു ടൈം പീരിയഡ് ഇതാണെങ്കിൽ ടൈം പീരിയഡ് എന്ത് ചെയ്തു? കൂടി, സ്ലോലി ആണ് പോകുന്നത്. അപ്പോൾ ക്ലോക്ക് സ്ലോ ആവും, ഫാസ്റ്റ് അല്ല. അപ്പോൾ അത് തെറ്റാണ്. The value of g, that is acceleration due to gravity, is less at Mount Everest than its value on the surface of Earth. അത് ശരിയാണ്, ലെസ് ആണ് അല്ലെ. സർഫസ് ഓഫ് എർത്തിനേക്കാളും കുറവായിരിക്കും ജിയുടെ വാല്യൂ, അതിനോട് ടൈം പീരീഡ് കൂടിയത്. അപ്പോൾ റീസൺ കറക്റ്റ് ആണ്. അപ്പം അസേർഷൻ ഈസ് നോട്ട് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ്. തേർഡ് ഓപ്ഷൻ ആയിരിക്കും നമുക്ക് ആൻസർ വരും. ശരിയല്ലേ? ദാറ്റ് ഈസ് 17th വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ 3 വരും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ. Yes, 8. A photon is emitted in transition from n is equal to 4 to n is equal to 1 level in hydrogen atom. The corresponding wavelength of this transition ആണ് question. അപ്പോൾ എനർജിയുടെ ചേഞ്ച് E2 minus E1 is equal to hc by lambda വരും. ശരിയല്ലേ? which is equal to hc by lambda വരും, which is equal to clear. P2 minus E1 is equal to hc by lambda, which is equal to പിന്നെ ഡയറക്റ്റ് റിലേഷൻ ആണ് 13.6 z square into 1/n1² minus 1/n2² ആണ്. എല്ലാ വാല്യൂസ് നമുക്കറിയാം. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട്. എച്ചിൻ്റെ വാല്യൂസ് ഗിവൺ ആണ്, സി നമുക്കറിയാം. നമുക്ക് കറസ്പോണ്ടിങ് വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കണം. ഇപ്പോൾ ലാംഡ എന്ന് പറയുന്ന ഡയറക്ട്ലി എഴുതുമ്പോൾ HC ഡിവൈഡഡ് ബൈ 13.6 z² into 1/n1 1 minus 1/4 16 വരും. ശരിയല്ലേ?
സെഡിൻ്റെ വാല്യൂ എച്ച് സിയുടെ വാല്യൂ സി സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം അറിയാമല്ലോ, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ? ഇപ്പോൾ ഹൈഡ്രജൻ ആറ്റമാണ്, സെഡിൻ്റെ വാല്യൂ 1 വരും. ഇപ്പോൾ ഡയറക്ട്ലി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ 4 × 10⁻⁻15 × 3 × 10⁸ വരും, ഡിവൈഡഡ് ബൈ 13.6 × 1 × 1 - 1/16. അത് സോൾവ് ചെയ്ത് നോക്കിയാൽ മതി. സോൾവ് ചെയ്തിട്ട് നമുക്ക് ആൻസർ ലാംഡ വരുമ്പോൾ അത് 94.1 നാനോമീറ്റർ എന്നുള്ള ഓപ്ഷനിലേക്ക് വരും. ഫസ്റ്റ് വൺ ഈസ് ദി ആൻസർ. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഇൻ ഐസോതെർമൽ ചേഞ്ച് ദ ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വോളിയം ഓഫ് ദ ഗ്യാസ് ക്യാൻ ബി റെപ്രസെന്റ് ഫോർ ദ ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ് ആണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് പ്രകാരം ഇത്ര ഓർത്ത് വെച്ചാൽ മതി. എന്തായാലും ഐസോതെർമൽ ചേഞ്ച് ആണ്, ഐസോതെർമൽ പ്രോസസ്സാണ്. ഐസോതെർമൽ പ്രോസസ്സിൻ്റെ കേസിൽ പി വി ഡയഗ്രം എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കും. അപ്പോൾ എന്തായാലും ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോള വരത്തുള്ളൂ. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് എന്തായാലും തെറ്റാണ്, റെക്ടാങ്കുലർ ഹൈപ്പർബോള, ബിക്കോസ് ഓഫ് പി വി is equal to കോൺസ്റ്റന്റ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. ഫോർ പി പ്രൊപ്പോർഷണൽ ടു 1/v ആണ്, പി പ്രൊപ്പോർഷണൽ ടു 1/v കോൺസ്റ്റന്റ് വരും. അപ്പോൾ പി പ്രൊപ്പോർഷണൽ 1/v റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് ആൻസർ വരിക. പിന്നെന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷറിൽ റിയൽ ഗ്യാസ് ബിഹേവ്സ് ആസ് എൻ ഐഡിയൽ ഗ്യാസ് എന്നുള്ള കോൺസെപ്റ്റാണ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഓൾമോസ്റ്റ് അയാൾ എന്ത് ചെയ്യും, കർവേച്ചർ കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഐസോതെർമൽ കർവ് ഷുഡ് ബി മൂവ്സ് എവേ ഫ്രം ദി ഒറിജിൻ ആണ്, ഒറിജിൻ ദൂരത്തേക്ക് പോകുന്നതാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ T3 ആണ് കൂടുതൽ, പക്ഷെ അത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ടുവാസ് ഒറിജിൻ ആണ് ഗ്രാഫ്, അത് തെറ്റാണ്, എവേ ഫ്രം ദി ഒറിജിൻ ആണ് മൂവ് ചെയ്യുക. ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ നമുക്ക് 19th വണ്ണിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ഒബ്റ്റെയിൻ ചെയ്യും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഇഫ് ടു വെക്ടേഴ്സ് P തന്നിട്ടുണ്ട് ആൻഡ് Q തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെങ്കിൽ വാല്യൂ ഓഫ് M ആണ് ക്വസ്റ്റ്യൻ. രണ്ട് വെക്ടർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകണമെങ്കിൽ P.Q ഷുഡ് ബി ഈക്വൽ ടു 0. രണ്ട് വെക്ടർ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആകണം. ദാറ്റ്സ് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ I.4 ആണ്, അപ്പോൾ ആദ്യം 4 വരും, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് 4, -4m പ്ലസ് m സ്ക്വയർ ഈക്വൽ ടു 0. ക്ലിയർ? ഇതാണ് 4 - 4m പ്ലസ് m സ്ക്വയർ 0. ഓർത്തോളണം. നമുക്ക് ഇയാൾ എന്ത് ചെയ്യാം, m സ്ക്വയർ -4m പ്ലസ് 4 ഈക്വൽ ടു 0 ആണ്. ഇത് m-2 ദ ഹോൾ സ്ക്വയർ അല്ലേ, m-2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 വരും. m-2 0, m ഈക്വൽ ടു 2 വരെ അല്ലേ. ഇപ്പോൾ ഫോർത്ത് ഓപ്ഷൻ. മനസ്സിലായോ? ഇത് m-b ദ ഹോൾ സ്ക്വയർ ഫോർമാറ്റ് ആയതുകൊണ്ട് m-2 ദ ഹോൾ സ്ക്വയർ എഴുതി, അത് 0 വന്നു. m-2 0 ആകണം എന്ന് വെച്ചാൽ എമ്മിൻ്റെ വാല്യൂ 2 വരും. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ, 21. എ യൂണിഫോം സോളിഡ് സിലിണ്ടർ, ഓർത്തോളണം, സോളിഡ് സിലിണ്ടർ വിത്ത് റേഡിയസ് r and a length l has a moment of inertia I1 about the axis of the cylinder. ഒരു സിലിണ്ടർ ആണ്, ഹിയർ ഇറ്റ് ഈസ്. ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്തിട്ടുണ്ട്, സോളിഡ് സിലിണ്ടർ ആണ്, സോളിഡ് സിലിണ്ടർ ആണ്, ഹിയർ ഇറ്റ് ഈസ്. റേഡിയസ് r, അപ്പോൾ ഇയാളുടെ ആക്സിസ് ഇതാണ്, ഇയാളുടെ ആക്സിസ് ഇതാണ്. ഇപ്പോൾ ഇയാളുടെ റേഡിയസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് r, റേഡിയസ് r ആണ്, ലെങ്ത് l ആണ്, ലെങ്ത് l ആണ്, സോളിഡ് സിലിണ്ടർ ആണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1 ആണ് അല്ലേ. യെസ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1. അപ്പോൾ അയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I1 ആണെങ്കിൽ അത് mr²/2 അല്ലേ, mr²/2. ദ കോൺസെൻട്രിക് സോളിഡ് സിലിണ്ടർ ഓഫ് റേഡിയസ് നിർപ്പകുതി. മറ്റൊരു സോളിഡ് സിലിണ്ടർ കൺസിഡർ ചെയ്യുവാണ്, മറ്റൊരു സോളിഡ് സിലിണ്ടർ കൺസിഡർ ചെയ്യുവാണ്, പക്ഷേ ലെങ്ത് l/2 റേഡിയസ് r/2 ക്യാൻസൽ ഔട്ട് ഓഫ് ദി സിലിണ്ടർ, ഒറിജിനൽ സിലിണ്ടർ. അപ്പോൾ സോളിഡ് തന്നെയാണ്. I2 ഇസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ കർവ്ഡ്. അപ്പോൾ ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I2 ആണെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന മാസ് മാറി അല്ലേ, m' വരും, m', റേഡിയസ് r/2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും, 2 വരും. ശരിയാണോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഈ ഒരു കൺസെപ്റ്റിലേക്ക് മാറി, ദാറ്റ് ഇസ് m' r²/8 വരും, m'(r²/8 വരും. If I2 is the moment of inertia of the carved out portion, then the cylinder, then I1/I2 ratio ആണ് ക്വസ്റ്റ്യൻ. എല്ലാം about the axis of the cylinder ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ I1/I2 ratio എടുക്കുക. അപ്പോൾ I1/I2 is equal to, ഇവിടുത്തെ കേസിൽ mr²/2 into 8 divided by m'(r²) വരും.
അപ്പോൾ ആർ സ്ക്വയർ വെട്ടിപ്പോവും. അപ്പോൾ ആൻസർ ഈസ് 8m/2m ഡാഷ്. 8m/2m ഡാഷ് ആണ്. പക്ഷേ ആദ്യത്തെ സിലിണ്ടർ തന്നെയാണ് രണ്ടാമത്തെ സിലിണ്ടർ എടുക്കുന്നതെങ്കിൽ രണ്ടിൻ്റെ ഡെൻസിറ്റി സെയിം അല്ലേ? അപ്പോൾ മാസിന് ഡെൻസിറ്റി ടേമിലേക്ക് മാറ്റി എഴുതിയാൽ ഇത് 4 times 8/2. മുകളിലത്തെ മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറയുമ്പോൾ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. ശരിയല്ലേ? സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അപ്പം ലെങ്ത് L ഫൈൻ. ലെങ്ത് L ആദ്യത്തെ കേസ് ലെങ്ത് L ആണ്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം വരും. വോളിയം എന്ന് പറയുമ്പോൾ ലെങ്ത് L ഇൻറ്റു πr². താഴത്തെ കേസിൽ ഡെൻസിറ്റി സെയിം പക്ഷേ ലെങ്ത് L/2 വരും ആൻഡ് പൈ r/2ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ r²/4 വരും. ഇതിനകത്ത് πr² വെട്ടിപ്പോവും, L വെട്ടിപ്പോവും, ഡെൻസിറ്റി റോ വെട്ടിപ്പോവും. ഇത് 4/2 ശരിയല്ലേ? 8 മുകളിലേക്ക് വന്നാൽ 4 × 8 വരും. ദാറ്റ്സ് ഈക്വൽ ടു 32 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക 32 ആണ്. 32 ദ റേഷ്യോ ഇസ് ഈക്വൽ ടു 32 വരും. അപ്പോൾ അതിന് ആൻസർ 32. ഓക്കെ, നെക്സ്റ്റ് വൺ. യെസ്, 22. എ മാസ് m attached to free end of a spring executes a simple harmonic motion. സ്പ്രിംഗ് സിസ്റ്റം ആണ്. ടൈം പീരിയഡ് 2π√m/k. m/k 1 സെക്കൻഡ് ആണ്. ദ മാസ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 3 km. അപ്പം മാസ് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ ടി ഡാഷ് 2π√3 ഇൻക്രീസ്ഡ് ബൈ 3 കിലോഗ്രാം ആണ്. അപ്പോൾ മാസ് m+3 വരും. m+3 kg/k വരും. ദ ടൈം പീരിയഡ് ഓഫ് ദ ഓസിലേഷൻ ഇൻക്രീസ്ഡ് ബൈ 1 second. ദ വാല്യൂ ഓഫ് മാസ് m ആണ് ക്വസ്റ്റ്യൻ. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ടി ഡാഷ് ബൈ ടി ഈക്വൽ ടു 2π വെട്ടി പോകത്തില്ലേ? ടി ഡാഷ് ബൈ ടി. ഇപ്പോൾ 2π വെട്ടി പോകും. ബാക്കി √m/3 പ്ലസ് അപ്പോൾ ബൈ m വരും. അപ്പോൾ ടി ഡാഷ് ഇൻക്രീസ്ഡ് ബൈ 1. ആദ്യത്തെ 1 സെക്കൻഡ് ആണ്. ടി ഡാഷ് ഇൻക്രീസ്ഡ് ബൈ 1. അപ്പോൾ ടി ഡാഷ് 2 വരും. 2 = √m+3/m. സ്ക്വയർ ചെയ്താൽ 4m അല്ലെ? സ്ക്വയർ ചെയ്ത് ക്രോസ് ചെയ്താൽ 4m = m+3 വരും. ഇപ്പോൾ 3m = 3 വരും. അപ്പോൾ m = 1 കിലോഗ്രാം വരും. ശരിയല്ലേ? ഇപ്പോൾ 22 എമ്മിൻ്റെ വാല്യൂ 1 കിലോഗ്രാം വരും. അപ്പോൾ ആൻസർ ഈസ് 1 കിലോഗ്രാം. 1. മനസ്സിലായോ? നെക്സ്റ്റ് വൺ ഇസ് 23rd. ദ എനർജി റിലീസ്ഡ് പെർ ഫിഷൻ ഓഫ് ന്യൂക്ലിയസ് ഓഫ് 240x ഈസ് 200 millivolt. പെർ ഫിഷൻ ആണ്. ഒരാൾ റിലീസ് ചെയ്യുന്നത് വന്നിട്ടുണ്ട് 200 MeV ആണ്. ദ എനർജി റിലീസ്ഡ് ഇഫ് ഓൾ ദ ആറ്റംസ് 120 gram ഓഫ് പ്യുവർ X240 undergoes the fission is എന്നാണ് ക്വസ്റ്റ്യൻ. The energy released if all the atoms of 120 gram per pure X240 ആണ്. അപ്പോൾ number of moles is equal to 120 divided by 240 ആണ്. That's equal to 1/2. 1/2. Clear? 120 divided by 240 that is 1/2. ആ number of molecules എത്രയായിരിക്കും? Number of molecules. So number of moles into Avogadro number അല്ലേ n വരും. The number of molecules വരും. അപ്പോൾ ഡയറക്റ്റ്ലി ഇത്രയും മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഒരു മോളിക്യൂളിന് 200 MeV ആണ് എങ്കിൽ ടോട്ടൽ എനർജി റിലീസ്ഡ് ഈക്വൽ ടു ടോട്ടലി 1/2 into NA into ഒരാൾ റിലീസ് ചെയ്യുന്ന 200 MeV ആണ്. ആൻസർ ഇസ് ഹാഫ് ഇൻറ്റു അവകാഡോ നമ്പർ അറിയാലോ 6 × 10⁻23 into 200 ചെയ്താൽ മതി. അത്രയും MeV നമുക്ക് ആൻസർ ആയിട്ട് വരും. ദാറ്റ് ഇസ് ഹാഫ്. വേണം ചെയ്ത് നോക്കാം. ഇത് ഹാഫ് 200 100 into 6 × 10⁻23 MeV വരും. ഇപ്പോൾ 25ലേക്ക് മാറ്റുമ്പോൾ 6 അല്ലേ? 6 × 10⁻25 MeV വരും. ഇപ്പോൾ ഇൻറ്റു 10⁻25 ബാക്കി ഇവിടെ 6. അപ്പോൾ 23rd വൺ ആൻസർ നമുക്ക് 6 എന്ന് ഒബ്റ്റെയിൻ ചെയ്യാം. മനസ്സിലായോ? നെക്സ്റ്റ് വൺ യെസ് 24. എ പാരപ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഹാസ് എ കപ്പാസിറ്റൻസ് ഓഫ് 15 picofarad ആണ്. എയർ ആണ് മീഡിയം. അപ്പോൾ C is equal to ε0 A/d അല്ലേ? പാരപ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ C is equal to ε0 A/d.
അവിടെ എയർ ആണ് മീഡിയം എങ്കിൽ അയാളുടെ വാല്യൂ എന്ന് പറഞ്ഞ് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് 15 picofarad ആണ്. 15 picofarad. The separation between the plates becomes twice and the space between them is filled with a medium of dielectric 3.5. ഒരു മീഡിയം കെപ്റ്റ് ചെയ്താലുള്ള കപ്പാസിറ്റൻസിന്റെ വാല്യൂ കെ എപ്സിലോൺ നോട്ട് എ ബൈ ഡി എന്ന് വരും. പക്ഷെ ഇവിടെ ഡി ഡാഷ് എന്ന് വിളിക്കാം, ഡിസ്റ്റൻസ് മാറ്റി. അപ്പോൾ സി ഡാഷ് എന്ന് പറയുന്നത് കെയുടെ വാല്യൂ 3.5 ആണ്. എപ്സിലോൺ നോട്ട് എ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എന്താ ചെയ്തെന്ന് നോക്കണം. പ്ലേസ് ബിക്കം ട്വൈസ്, സെപ്പറേഷൻ ട്വൈസ് ചെയ്തു. അപ്പോൾ ഡിസ്റ്റൻസ് ട്വൈസ് ചെയ്തു എന്ന് പറയുമ്പോൾ 2d വരും, 2 times d വരും. അപ്പോൾ സി ഡാഷ് എന്ന് പറയുന്നത് 3.5 by 2 into that value, that is 15 picofarad എന്ന് വരും. ശരിയല്ലേ? 15 picofarad വരും. കപ്പാസിറ്റർ ബിക്കം x/4 എന്നാണ് പറയുന്നത്. എങ്കിൽ വാല്യൂ ഓഫ് എക്സ് ആണ് ക്വസ്റ്റ്യൻ. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ x/4 is equal to 3.5 by 2 into 15 എന്ന് വരും. ശരിയല്ലേ? ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ ഇയാൾ ബൈ 2 വരത്തില്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 into 3.57 വരും ഇൻറ്റു 50. ദാറ്റ്സ് ഈക്വൽ ടു 70 into 105 വരത്തില്ല. അപ്പോൾ 105 വരും. എക്സിൻ്റെ വാല്യൂ 105 വരും. അപ്പോൾ x/4 ആയിട്ട് ഇയാൾ ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ വേണം. അപ്പോൾ 105 വരും. 24th വണ്ണിൻ്റെ ആൻസർ നമുക്ക് 105 picofarad. 105 എക്സിൻ്റെ വാല്യൂ 105 വരും. മനസ്സിലായോ? ഇതാണ് 24th വണ്ണിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് obtain ചെയ്യുക. Is clear? Yes, 25th. A body of mass 1 kilogram, so mass is given 1 kilogram ആണ്, begins to move under the action of a time dependent force. F is given. F vector is equal to T I cap plus 3T square J cap Newton. Where I and J are the unit vectors along x and y axis. The power developed by above force at the time. Power കണ്ടുപിടിക്കണം. നമുക്ക് പറയാം ഫോഴ്സ് റേറ്റ് ഓഫ് ചേഞ്ച് മൊമെന്റം ആയതുകൊണ്ട് ഇയാൾ നമുക്ക് d/dt mv എന്ന് വിളിച്ചൂടെ. ഈക്വൽ ടു ടി ഐ ക്യാപ് പ്ലസ് 3t സ്ക്വയർ ജെ ക്യാപ്പ് ആണ്. ഫോഴ്സിന്റെ ടേമിൽ പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം, പി ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ബി ആണ്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കോൺസെപ്റ്റ്, പവർ എഫ് ഡോട്ട് ബി. എഫ് തന്നിട്ടുണ്ട്, നമുക്ക് വെലോസിറ്റിയും കൂടി അറിയണം. അതിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വരും. എം 1 kilogram ആയതുകൊണ്ട് dv/dt is equal to t I cap plus 3t square j cap I. അപ്പോൾ dv is equal to t I cap plus 3t square j cap into dt വരും. ഇനി ക്വസ്റ്റ്യൻ വായിച്ചു മനസ്സിലാകുന്ന കാര്യമുണ്ട്. യെസ്, ബോഡി ബിഗിൻസ് ടു മൂവ്. അപ്പോൾ യു 0 കൊടുക്കുക, ദെൻ ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം ഇൻസ്റ്റന്റിൽ അല്ലേ. അപ്പം ടൈം കൊടുത്തേച്ചാൽ നമുക്ക് ഇവിടെ നോക്കിക്കേ, വെലോസിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ dv is equal to integral t I cap plus 3t square j cap dt വരും. ശരിയല്ലേ? നമുക്ക് വെലോസിറ്റി ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്താൽ ടൈം 0 to ടൈം t കൊടുക്കുക, അവസാനം ടൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇയാൾ 0 to v വരും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ v എന്ന് പറയുന്നത് അതിന് ഇൻ്റഗ്രേഷൻ ലിമിറ്റ് കൊടുത്താൽ t dt t square by 2 I cap പ്ലസ് ഇത് t 3t cube by 3, അപ്പോൾ t cube j cap വരും. ഇതാണ് വെലോസിറ്റി ടൈം റിലേഷൻ കിട്ടി. ഇപ്പോൾ എഫ് നമുക്ക് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ വെലോസിറ്റി നമുക്ക് ടൈമിൻ്റെ ഫംഗ്ഷനായിട്ട് കിട്ടിയിട്ടുണ്ട്. എഫ് ഡോട്ട് വി ചെയ്താൽ ടി ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു ടി ക്യൂബ് ബൈ 2 വരും. ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, ഫോഴ്സിൻ്റെയും വെലോസിറ്റി ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ടി ഡോട്ട് ടി സ്ക്വയർ ബൈ 2 ടി ക്യൂബ് ബൈ 2 പ്ലസ് ദെൻ 3t സ്ക്വയറും ടി ക്യൂബും ആണ്. അപ്പോൾ 3t⁵5 വരും. ഇത് നമുക്ക് പവർ അറ്റ് ടൈം t is equal to 2 സെക്കൻഡ് അല്ലേ. ഇപ്പോൾ 2 ക്യൂബ് 8/2 പ്ലസ് 3 ഇൻറ്റു t⁵5 ശരിയല്ലേ, 32 വരും. ദാറ്റ്സ് ഈക്വൽ ടു 4 പ്ലസ് 96 ദാറ്റ്സ് ഈക്വൽ ടു 100 വാട്ട് വരും. ശരിയല്ലേ, 100 വാട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ 100 വാട്ട് ആണ് ആൻസർ ആയിട്ട് വരും. ദാറ്റ് ഈസ് യെസ്, ഹിയർ ഇറ്റ് ഈസ് 100 വാട്ട്. മനസ്സിലായോ? ഹിയർ ഇറ്റ് ഈസ്. Next one, if a copper wire is stretched to increase the length by 20% ആണ്, the percentage increase in resistance ആണ്. Wire is stretching in the case ആണ്. ഇപ്പോൾ resistance of the wire in terms of length proportional to L square ആണ്. That is stretching in the കേസിൽ വരുന്ന ഇക്വേഷൻ ആയതുകൊണ്ടാണ് stretchingൽ R proportional to L square ആണ്. That is stretchingൽ R is equal to rho L square D by M എന്നാണ് ഇക്വേഷൻ ആക്ച്വലി stretchingൽ.
വോളിയം കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്താൽ ഇങ്ങനെ റിലേഷൻ കിട്ടും. അപ്പോൾ R പ്രൊപ്പോർഷണൽ ടു L സ്ക്വയർ. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ R2 മൈനസ് R1 ബൈ R1 ഇൻറ്റു 100 ഇതാണ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ലെങ്ത്തിൻ്റെ ടേമിൽ L2 സ്ക്വയർ മൈനസ് L1 സ്ക്വയർ ബൈ L1 സ്ക്വയർ ഇൻറ്റു 100 വരും. ഇവിടെ പറയുന്നത് ലെങ്ത് ഇൻക്രീസ്ഡ് ബൈ 20% ആണ്. അപ്പോൾ L2 ഫൈനൽ ലെങ്ത് എന്ന് പറയുന്നത് L1 പ്ലസ് 20% ഓഫ് L1 വരും. ദാറ്റ്സ് ഈക്വൽ ടു 1.2 L1. ഇതാണ് L2ൻ്റെ വാല്യൂ. ഇപ്പോൾ ഡയറക്ട്ലി L2ന് ഈ വാല്യൂ കൊടുത്താൽ ദാറ്റ്സ് ഈക്വൽ ടു 1.2 L1 ദ സ്ക്വയർ മൈനസ് L1 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ L1 സ്ക്വയർ ഇൻറ്റു 100 എന്ന് വരികയും ഇവിടെ എല്ലാ L1 സ്ക്വയറും ക്യാൻസൽ ആയി പോകും. അപ്പോൾ അത് 1.2ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1.44 മൈനസ് 1 ഇൻറ്റു 100 ആവും. മനസ്സിലായോ? ദാറ്റ്സ് ഈക്വൽ ടു 44% ആവും. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ 20% ലെങ്ത് ഇൻക്രീസ് ചെയ്ത റെസിസ്റ്റൻസ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ബൈ 44%. അപ്പോൾ 26th വൺ ആൻസർ നമുക്ക് ഓപ്ഷൻ 4 എന്ന് വരും. സോറി, ഓപ്ഷൻ 4 അല്ല, 26th ആൻസർ നമുക്ക് 44% എന്ന് വരും. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, 27th വൺ. എ സിംഗിൾ ടേൺ കറണ്ട് ലൂപ്പ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. റൈറ്റ് ആംഗിളുടെ ട്രയാംഗിളിൻ്റെ ഫോർമാറ്റ് ആണ്. ഹിയർ ഇറ്റ് ഈസ്. വിത്ത് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ ആൻഡ് 13 സെൻറ്റിമീറ്റർ. ഇത് 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ ആൻഡ് 13 സെൻറ്റിമീറ്റർ. ക്ലിയർ? ക്യാരിങ് കറണ്ട് ഓഫ് 2 ആംപിയർ. അപ്പോൾ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ട്. ഹിയർ ഇറ്റ് ഈസ് 2 ആംപിയർ. 2 ആംപിയർ കറണ്ട് ഫ്ലോ ഉണ്ട്. The loop is in the uniform magnetic field of 0.75 Tesla, whose direction is parallel to the current in the 13 centimeter. അപ്പോൾ ഇയാളുടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഈ സൈഡിന് പാരലൽ ആയിട്ടാണ്. ലൈക്ക് ദാറ്റ്. ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പി ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല, ഡയറക്ഷൻ ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എങ്ങോട്ടാണ് നമുക്ക് വരയ്ക്കേണ്ടതിൻ്റെ കൺഫ്യൂഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഫോഴ്സ് on the 5 centimeter side will be. ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫോഴ്സ് ആണ് ക്വസ്റ്റ്യൻ. എഫ് ഐ എൽ ബി സൈൻ തീറ്റ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇതാണ്. അപ്പോൾ അവ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതാണ് തീറ്റ. അത് തന്നെയാണ്. കാരണം ഇയാൾക്ക് പാരലാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ബിയും ലെങ്ത്തും ഇയാളുടെ ലെങ്ത്തും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അപ്പോൾ ഐ എൽ ബി സൈൻ തീറ്റ വരും. അപ്പോൾ ഡയറക്റ്റ് ആണ്. ഫോഴ്സ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അപ്പം കറണ്ട് 2 ആംപിയർ, ലെങ്ത് 5 ഇൻറ്റു 10⁻⁻² ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് 0.75 ഇൻറ്റു സൈൻ തീറ്റ 12/13. സൈൻ തീറ്റ 12/13. ശരിയല്ലേ? ഇപ്പോൾ സോൾവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 130 ഫോർമാറ്റിലാണ് വേണ്ടത്. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ താഴെ 130 എന്നുള്ള ഫോർമാറ്റ് കിട്ടിക്കോളും ഡയറക്ട്ലി. അപ്പോൾ മുകളിൽ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 7.5 ആവും. ഇൻറ്റു 10 ഇൻറ്റു 2 15. അപ്പോൾ 15 ഇൻറ്റു 5 ശരിയല്ലേ? 15 ഇൻറ്റു 5 വരും. അപ്പം സോൾവ് ചെയ്ത് നോക്കുമ്പോൾ 10 വരും. 10 75 വരും. 75 ഇൻറ്റു 12 വരും. അപ്പോൾ 750 ഇൻറ്റു 150 900 വരും അല്ലേ? അപ്പോൾ 9 വരും ആൻസർ. 9 കണ്ടൻറ്റേഷൻ -2 കൂടി ഉണ്ട്. 9 വരും. ഇപ്പോൾ 9/130 ആണേ. 130. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് x/130 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 9 ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരിക. മനസ്സിലായോ? നെക്സ്റ്റ് വൺ, 3 ഐഡൻറ്റിക്കൽ റെസിസ്റ്റേഴ്സ് വിത്ത് റെസിസ്റ്റൻസ് R is equal to 12 ohm. അപ്പോൾ ഇതെല്ലാം 12 ohm റെസിസ്റ്റൻസുകളാണ്. 12 ohm റെസിസ്റ്റൻസുകളാണ്. 2 ഐഡൻറ്റിക്കൽ ഇൻഡക്ടേഴ്സ് വിത്ത് സെൽഫ് ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് കണക്റ്റഡ് ടു ഐഡിയൽ ബാറ്ററി വിത്ത് EMF 12 volt. The current through the battery after long after the switch has been closed. ഈ ലോങ് ആഫ്റ്റർ എന്ന് പറയുമ്പോൾ ഇൻഡക്ടറുകൾ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യത്തില്ല. അത് ഓർത്തോണം. ലോങ് ആഫ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ. ത്രൂ ദ ബാറ്ററി അലോങ് ലോങ് ആഫ്റ്റർ. അപ്പോൾ ഒരുപാട് സമയം കഴിയുമ്പോൾ ഇൻഡക്ടർ അതിലൂടെ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻഡക്ടറിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ്. പിന്നീട് ഒരുപാട് സമയം കഴിയുമ്പോൾ ഇൻഡക്ടർ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നില്ലെങ്കിൽ ഇവിടുത്തെ R എഫക്റ്റീവ് 12 പാരലല്ലേ? 12/3 4 ohm വരും. 4 ohm വരും. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് 12 ഡിവൈഡഡ് ബൈ ഇഫക്റ്റീവ് 12 സപ്ലൈ വോൾട്ടേജ് ബൈ ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 3 ആംപിയർ അല്ലേ? 3 ആംപിയർ വരും. അപ്പോൾ 28 വണ്ണിന് ആൻസർ നമുക്ക് 3 വരും. 3 ആംപിയർ 3 വരും. യെസ്. 29th വൺ, എ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്ട് ഇൻഡെക്സ്. ലെൻസിൻ്റെ റിഫ്രാക്ട് ഇൻഡെക്സ് ഞാൻ N2 എന്ന് വിളിച്ചു കേട്ടോ. N2.
അതിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഞാൻ അയാളെ എഫ് ഇൻ എയർ ആണ്, ഇപ്പം എഫ് എന്ന് വിളിച്ചു. ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുമ്പോൾ ഇയാളുടെ റിഫ്രാക്ട് ഇൻഡെക്സ് ഞാൻ N1 എന്ന് വിളിച്ചു. ദ ചേഞ്ച് ഇൻ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ ഫോക്കൽ ലെങ്ത് ലെൻസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം എയറുള്ള ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ഫോക്കൽ ലെങ്ത് ഇൻ എയർ എഴുതുമ്പോൾ ആ ലെൻസിൻ്റെ റിഫ്രാക്ട് ഇൻഡെക്സ് -1 ഇൻറ്റു 1/R1 - 1/R2. ഇതാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഇക്വേഷൻ വരിക. ഇനി മീഡിയത്തിൽ കെപ്റ്റ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിലുള്ള അയാളുടെ ഫോക്കൽ ലെങ്ത് എഴുതുമ്പോൾ ആ ലെൻസിൻ്റെ റിഫ്രാക്ട് ഇൻഡെക്സ് ഡിവൈഡഡ് ബൈ മീഡിയത്തിൻ്റെത് വേണം. ബൈ N1 ഇൻറ്റു -1 വരും. അപ്പോൾ N2 - N1 ബൈ N1 ഇൻറ്റു 1/R1 - 1/R2 ആണ്. ഇത് എയറിലുണ്ടാകുമ്പോൾ സറൗണ്ടിങ് മീഡിയം 1 ആയതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ എഴുതാത്തത്. പക്ഷേ ഇവിടെ മെറർ മീഡിയം വാട്ടറിലാണ്. അപ്പോൾ N2/N1 - 1 ക്രോസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 1/FA ഫസ്റ്റ് 1 സെക്കൻഡ് 1 ചെയ്താൽ മതി. 1/FA ഡിവൈഡ് ബൈ 1/FM എഴുതുമ്പോൾ FM/FA കിട്ടും. ഫോക്കൽ ലെങ്ത് ഇൻ മീഡിയം ബൈ ഫോക്കൽ ലെങ്ത് ഇൻ എയർ എന്ന് പറയുന്നത് ഇത് ബൈ ഇതല്ലേ. അപ്പോൾ N2 - 1 ഇൻറ്റു N1 ഡിവൈഡഡ് ബൈ N2 - N1. N2 - N1 ആണ് N1. N2 - N1. ഇത് N2/N1 -1. അപ്പോൾ N2 - N1/N1 അത് സ്കൂൾ. ഇതാണ് ഫോക്കൽ ലെങ്ത് ഇൻ എയറും മീഡിയം തമ്മിലുള്ള റിലേഷൻ. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ശരി, നമുക്ക് ചേഞ്ച് ആണ് വേണ്ടത് അല്ലേ. ചേഞ്ച് നമുക്ക് ഏതും FM കണ്ടുപിടിച്ച് നോക്കാം. ഇപ്പോൾ FM ഡിവൈഡഡ് ബൈ FA എയറിൽ എത്രയാ 18 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ സെൻറ്റിമീറ്റർ തന്നെ സോൾവ് ചെയ്യാം. 18 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു N2 3/2 -1 ഇൻറ്റു N1 4/3 ഡിവൈഡഡ് ബൈ N2 ആരാ 1.3/2 -4/3. ഇങ്ങനൊരു റിലേഷൻ കിട്ടും. നമ്മൾ അയാളെ സോൾവ് ചെയ്തെടുത്താൽ FM ഡിവൈഡഡ് ബൈ 18 ഇസ് ഈക്വൽ ടു 3/2 -1 1/2 1/2 ഇൻറ്റു 4/3 1/2 ഇൻറ്റു 4/3 4/6 ബൈ ഇത് സോൾവ് ചെയ്യുമ്പോൾ 9 - 8 1/6 വരും. ഇസ് ഈക്വൽ ടു 4 വരും. അപ്പം മീഡിയത്തിലുള്ള ഫോക്കൽ ലെങ്ത് 18 ഇൻറ്റു 4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 40 + 24 64 വരും. അപ്പോൾ മീഡിയത്തിൽ ഫോക്കൽ ലെങ്ത് 64 സെൻറ്റിമീറ്ററും എയറിലുള്ള ഫോക്കൽ ലെങ്ത് 18 സെൻറ്റിമീറ്ററും ആണ്. അപ്പോൾ ചേഞ്ച് ആണ് ക്വസ്റ്റ്യൻ. എയറിലുള്ള 18 മീഡിയത്തിൽ 64 ആവും. അപ്പോൾ 64 - 18 ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 46 അല്ലേ 46 വരും. ക്ലിയർ 46 വരും. അപ്പം ചേഞ്ച് 46 സെൻറ്റിമീറ്റർ ആയിരിക്കുന്നതാണ് ആൻസർ. അപ്പോൾ നമുക്ക് 29th വണ്ണിൻ്റെ ആൻസർ 46 സെൻറ്റിമീറ്റർ എന്ന് വരും. സോ ഓക്കെ, ഇപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ FM ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 18 ആണ്. 4 ഇൻറ്റു 18 ദാറ്റ്സ് ഈക്വൽ ടു 40 + 32 ആണ് 72 സെൻറ്റിമീറ്റർ. 72 സെൻറ്റിമീറ്റർ. പെയറിലുള്ളത് 18 ആണ് അല്ലേ. 18 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 72 18 ആണ്. അപ്പം 72 - 18 ആണ് ആൻസർ വരും. ദാറ്റ്സ് ഈക്വൽ ടു 62 - 8 54 വരും. നമ്മുടെ ആൻസർ വരിക 54 ആണ് കേട്ടോ. 54 ആയിരിക്കും ആൻസർ വരും. മനസ്സിലാവും. പിന്നെ എൻ്റെ ആൻസർ 54 സെൻറ്റിമീറ്റർ ആണ്. ദ നെക്സ്റ്റ് വൺ യെസ് 30. എ സ്ഫെറിക്കൽ ബോൾ ഓഫ് റേഡിയസ് 1 mm. ഇപ്പോൾ റേഡിയസിൻ്റെ വാല്യൂ 1 millimeter ആണ്. 1 × 10⁻³ meter. And density is given. Is dropped in glycerin of coefficient of viscosity 9.8 poise and density 1.5 gram per cubic centimeter. Viscous force on the ball when it is attains the constant velocity is. Ball downward ആണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളുടെ വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. ബോയൻ ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. ഇപ്പോൾ ഇയാൾ mg താഴേക്ക്, ബോയൻ ഫോഴ്സ് മുകളിലേക്ക്, വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് മുകളിലേക്കാണ്. അപ്പം കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന കോൺസ്റ്റന്റിൽ നെറ്റ് ഫോഴ്സ് ഓൺ ദാറ്റ് ബോഡി ഈസ് ഈക്വൽ ടു 0 അല്ലേ. അതായത് വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് പ്ലസ് ബോയൻ ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg ആവണം. നമുക്ക് വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ FV കണ്ടുപിടിക്കാൻ അത് mg - FB ചെയ്താൽ മതി, അപ്ത്രസ്റ്റ് ചെയ്താൽ മതി. ഇതാണ് വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സിന്റെ കോൺസെപ്റ്റ്. അപ്പോൾ വിസ്കസ് ഡ്രാഗിങ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു mg weight of the body is equal to ആരാ volume of the body into density of the body into g minus upthrust ആണ്. upthrust
വോളിയം ഓഫ് ദി ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് അകത്തായതുകൊണ്ട് അത് വി ബി തന്നെയാണ്. ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഇൻറ്റു ജി വരും. ശരിയല്ലേ? ക്ലിയർ? ഇവിടെ എഫ് വി കാണാൻ വോളിയം ഓഫ് ദി ബോഡി കോമൺ ആയിട്ട് വെളിയിൽ വരും, ജി വെളിയിൽ വരും, ബാക്കി ഡെൻസിറ്റി ഓഫ് ദി ബോഡി മൈനസ് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് വരും. വോളിയം ഓഫ് ദി ബോഡി റേഡിയസ് തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് ദി ബോഡി തന്നിട്ടുണ്ട്, വോളിയം കണ്ടുപിടിക്കാം. ശരിയല്ലേ? റേഡിയസ് കണ്ടിട്ടുണ്ട്, വിസ്കോസിറ്റി, യെസ് ഫൈൻ. ഡെൻസിറ്റി ഓഫ് ദി ബോഡി തന്നിട്ടുണ്ട്, ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ വാല്യൂം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്താൽ ആൻസർ കിട്ടും. അതിൽ വോളിയം ഓഫ് ദി ബോഡി കാണുമ്പോൾ ശ്രദ്ധിച്ചോളണം, എഫ് വി സീക്വൽ ടു വോളിയം ഓഫ് ദി ബോഡി ആരാ, 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി ബോഡി ഇൻറ്റു ജി ഇൻറ്റു അഗെയിൻ ഡെൻസിറ്റി ഓഫ് ദി ബോഡി മൈനസ് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകും. മനസ്സിലായല്ലോ? അപ്പോൾ അതിലെ വാല്യൂസ് എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് വോളിയമാണ് ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വോളിയം മാത്രമേ ആവശ്യമുള്ളൂ. വോളിയം എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു ജി. ആർ തന്നിട്ടുണ്ട്, ജി അറിയാം, റോ ബി റോ എൽ അറിയാം. അപ്പം എല്ലാ വാല്യൂം കൂടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായല്ലോ? ആൻസർ യെസ് 3696 ഇൻറ്റു 10⁻⁻⁷ ന്യൂട്ടൺ എന്നാണ് വരിക. ഇവിടെ എക്സിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുള്ളത് 7 ആയിരിക്കും. ആൻസർ 7 വരും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ആ ഒരു സെഷനിൽ ഉണ്ടായിരുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണ്, 19 ഒബ്ജക്റ്റീവും ബാക്കി 10 ന്യൂമറിക്കൽ ടൈപ്പ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.